ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, എസെക്കിയേൽ 4:3, മനുഷ്യപുത്ര, നീ ഒരു ഇരുമ്പ് തകിടെടുത്ത് നിനക്കും പട്ടണത്തിന് നടുവിൽ ഇരുമ്പു മതിലെന്ന പോലെ വയ്ക്കുക. നീ അതിന് അഭിമുഖമായി അതിനെ നോക്കി നോക്കി നിൽക്കുക. നീ അതിനെ ആക്രമിക്കാൻ പോവുകയാണ്. ബൈബിൾ നമ്മളെ അത്ഭുതകരമായ ചില ജീവിത വിജയ രഹസ്യങ്ങൾ പഠിപ്പിക്കുക. നിന്റെ തടസ്സങ്ങളെ നീ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കണം. ആ തടസ്സങ്ങളെ അഭിമുഖീകരിക്കണം. അതിൻ്റെ നേരെ നിന്ന് പറയണം, ഞാൻ നിന്നെ തോൽപ്പിക്കും, ഞാൻ നിന്നെ തോൽപ്പിക്കും. ഇരുമ്പ് തകിടെടുത്ത് ഇരുമ്പ് മതിലെന്ന പോലെ വെച്ചിട്ട് നീ അതിനെ നോക്കി പറയണം, നിന്നെ ഞാൻ ആക്രമിക്കും, നിന്നെ ഞാൻ തോൽപ്പിക്കും, ഞാൻ ജയിക്കും, എൻ്റെ കർത്താവിനെ നയിക്കും. നിന്റെ തടസ്സങ്ങളെ നോക്കി നീ പറയണം, ഞാൻ അഭിമുഖീകരിക്കും, ഞാനിത് കടന്നു പോകും, ഞാൻ നേടിയിരിക്കും, ഞാൻ ജയിച്ചിരിക്കും. ബൈബിൾ തരുന്ന ഈ സ്വർഗീയ രഹസ്യം അകത്ത് വെച്ചിട്ട് കെണിയും കുരുക്കും ഭാരങ്ങളും മനസ്സാൽ കണ്ട് അതിൻ്റെ നേരെ നിന്ന് അഭിമുഖീകരിച്ച് ജയിച്ച് പറക്കുന്നവരായി മാറാൻ ദൈവം നമ്മളെ തുണയ്ക്കും. ആ ദിനം വിദൂരമല്ല. ആമേൻ. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ അപൂർവമായ വളരെ വിശേഷപ്പെട്ട ഒരു ശുശ്രൂഷ പരിചയപ്പെടുത്തുകയാണ്. 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ ഈശോമിശിഹായെ ആരാധിക്കുന്ന ഒരു അപൂർവ ശുശ്രൂഷ ഈ വരുന്ന ആഗസ്റ്റ് 29-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ 31-ാം തീയതി ശനിയാഴ്ച 2 മണി വരെ നിരന്തരം ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് വിശുദ്ധരോടൊപ്പം അണിചേരാം. നമുക്കറിയാം, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അവരുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അവരുപയോഗിച്ച വസ്തുക്കളുടെ ഭാഗങ്ങളോ ഒക്കെയാണ്. അതൊരു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചല്ല, നമുക്ക് മുമ്പിൽ അവരുടെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധരുടെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായി തിരുശേഷിപ്പുകളെ കണ്ടു വണങ്ങി എന്നാൽ ഏക രക്ഷകനെ ആരാധിക്കാൻ പറ്റിയ അപൂർവമായ ഒരു അവസരം. നമ്മൾ 1, 2, 3, 4 തിരുശേഷിപ്പുകളൊക്കെ കണ്ടു കാണും, കയ്യിലെടുത്ത് കാണാൻ മുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇത് 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലാണ് ഈ അനുഗ്രഹ ശുശ്രൂഷ. നേരവും സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. വിശദ വിവരങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബ്രദർ മനു കാട്ടടിയാണ് സഭയുടെ അംഗീകാരമുള്ള ഈ തിരുശേഷിപ്പുകൾ ശേഖരിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ചുകൂടി സഭയ്ക്ക് വേണ്ടി, നാടിനു വേണ്ടി ദൈവത്തെ ആരാധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആമേൻ, ആമേൻ.